സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചു. സുരേഷ് ഗോപിയും കുടുംബവും ഡൽഹിയിലേക്ക് തിരിച്ചു. മോദിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്ന് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകവെ പ്രതികരിച്ചു. ഒന്നുമേ അറിയത്തില്ല. MP ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന MP ആയിരിക്കും. അതിന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു 99% യോഗങ്ങളിൽ തൃശ്ശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു. എനിക്കൊന്നും അറിയത്തില്ല. അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെത്താൻ പറഞ്ഞു. 11:30 വീട്ടിലെത്തണമെന്ന് പറഞ്ഞു. സൂര്യഗായത്രിയുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നീങ്ങുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ. ഭദ്ര സിനിമാ നടൻ കൂടിയായ സുരേഷ് ഗോപിയുടെ ഡൽഹി യാത്ര തീർത്തും ത്രില്ലിംഗ് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. സസ്പെൻസുകൾ നിറഞ്ഞതായിരുന്നു. രാവിലെ മുതൽ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്ന് പറയുന്നത് തനിക്ക് സിനിമകൾ അഭിനയിക്കണം, അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് പദവി കേന്ദ്ര സർക്കാർ BJP കേന്ദ്ര വൃത്തം നീട്ടിത്തന്ന ആ ഒരു ക്യാബിനറ്റ് പദവിയോട് കൂടിയ കേന്ദ്രമന്ത്രി സ്ഥാനം തനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരോടും ആ കാര്യം സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു. അത്തരത്തിൽ ഡൽഹിയിലേക്ക് അദ്ദേഹം പോകുമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം നീണ്ടുനിന്നതിന് ഒടുവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ സുരേഷ് ഗോപിയെ വിളിക്കുന്ന സാഹചര്യം വന്നത്. എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തണമെന്നതാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയോട് പറഞ്ഞത്. അതേ തുടർന്ന് നിമിഷങ്ങൾക്ക് അകം തന്നെ തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തുള്ള തന്റെ വീട്ടിൽ നിന്നും സുരേഷ് ഗോപി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂരിലായിരിക്കും ആദ്യം എത്തുക. അതിനുശേഷം അടന്ന് ചാർട്ടേഡ് വിമാനത്തിലായിരിക്കും ഡൽഹിയിലേക്ക് പോവുക എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കേരളത്തിൽ നിന്ന് ആദ്യത്തെ BJP ലോക്സഭയിലേക്ക് എത്തുന്ന വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ BJP നേതാക്കളടക്കം കേരളത്തിലെ BJP നേതാക്കൾക്കടക്കം അത്തരത്തിൽ ക്യാബിനറ്റ് പദവിയോട് കൂടി സുരേഷ് ഗോപി എത്തുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു സന്തോഷമായിരുന്നു. അത്തരത്തിൽ വിജയാഹ്ലാദമൊക്കെ നേതാക്കൾ നടത്തുന്നതിനിടയിലാണ് അത്തരത്തിലൊരു അതൃപ്തി സുരേഷ് ഗോപി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച സ്ഥിതിക്ക് പക്ഷേ മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഏറുകയാണ്. ക്യാബിനറ്റ് പദവിയോട് കൂടി തന്നെയുള്ള കേന്ദ്രമന്ത്രി ആയിട്ട് സുരേഷ് ഗോപി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് എത്തും എന്ന ഒരു വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഉടൻ തന്നെ ഡൽഹിയിലേക്ക് എത്തണമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം മാധ്യമങ്ങളോട് കൂടുതലൊന്നും സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വിളിക്കുന്നു, അതുകൊണ്ട് താൻ പോകുന്നു, തനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഈ മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം സ്വീകരിക്കുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോഴും തനിക്ക് കൂടുതലൊന്നും അറിയില്ല, അദ്ദേഹം വിളിച്ചു അത് പ്രകാരം പോകുന്നു എന്ന് മാത്രമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് ഉണ്ടായിരുന്നത്. എന്തായാലും ഭാര്യ രാധികയ്ക്കൊപ്പമാണ് തിരുവനന്തപുരത്ത് നിന്നും ബാംഗ്ലൂരിലേക്ക് സുരേഷ് ഗോപി യാത്ര തിരിച്ചിട്ടുള്ളത്. അവിടെ നിന്നുമായിരിക്കും ഈ ഡൽഹിയിലേക്ക് പോവുക. മക്കളൊക്കെ തന്നെ കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തുമെന്നൊരു വിവരവും അറിയുവാൻ സാധിക്കുന്നുണ്ട്. എന്നാലും കേരളത്തിൽ നിന്നുള്ള ആദ്യ BJP ലോക്സഭാ അംഗം എന്ന നിലയിൽ സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിൽ വരണം എന്നുള്ളത് തന്നെയായിരുന്നു കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ BJP നേതാക്കളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് തന്നെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയായിരുന്നു സുരേഷ് ഗോപി. തന്റെ മകളുടെ വിവാഹത്തിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി വരെ വന്ന് പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് പ്രിയപ്പെട്ട സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസഭയിലേക്ക് സ്വീകരിക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ നമുക്കിതിൽ കാണുവാൻ സാധിക്കും. എന്തായാലും ഡൽഹിയിലേക്ക് സുരേഷ് ഗോപി യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അറിയാനുള്ളത് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്നത് ഏത് വകുപ്പായിരിക്കും സുരേഷ് ഗോപിക്ക് ലഭിക്കുക എന്ന ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കണക്ക് കൂട്ടാൻ. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു തനിക്ക് സിനിമകളൊക്കെ കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ 4ഓളം സിനിമകൾ ചെയ്യാനുണ്ട്, അതൊക്കെ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഒരു മന്ത്രിസ്ഥാനം താൻ മോഹിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ മോദി കടുപ്പിച്ചു പറഞ്ഞത് കൊണ്ടാണോ, ഇങ്ങനെ മോദി നേരിട്ട് അല്ലെങ്കിൽ വിളിച്ച് വരണം എന്ന് അഭ്യർത്ഥിച്ചത് കൊണ്ട് തന്നെയാണോ സുരേഷ് ഗോപി ഇത്തരം ഒരു തീരുമാനം മാറ്റാനിടയായത്?
ഭദ്ര, അതായത് നേരത്തെ തന്നെ കരാർ ഒപ്പിട്ട 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ് റാങ്കിൽ ചുമതല ഏറ്റുകഴിഞ്ഞാൽ ഈ സിനിമകൾ പൂർത്തിയാക്കാൻ ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് കഴിയാതെ വരും. അതുകൊണ്ട് തനിക്ക് സിനിമകളിൽ അഭിനയിക്കണം. അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അനിശ്ചിതത്വം നീണ്ടുനിന്നത്. BJP കേന്ദ്ര നേതൃത്വത്തെയും സുരേഷ് ഗോപി ഈ കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാമെന്നും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ കോൾ തന്നെ നേരിട്ട് സുരേഷ് ഗോപിയെ തേടിയെത്തുന്നതും നിമിഷങ്ങൾക്കകം തന്നെ തിരുവനന്തപുരത്തെ തന്റെ വീട്ടിൽ നിന്നും സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പുറപ്പെട്ടതുമൊക്കെ തന്നെ. എന്തായാലും ഡൽഹിയിലേക്ക് പുറപ്പെട്ട സ്ഥിതിക്ക് കേന്ദ്രമന്ത്രി മോദിയുടെ 3ാം സർക്കാരിൽ സുരേഷ് ഗോപി എന്ന മന്ത്രി ഉണ്ടാകും എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ കരുതേണ്ടത്. ക്യാബിനറ്റ് പദവിയോട് കൂടി തന്നെ അദ്ദേഹം ഒരുപക്ഷെ ചുമതല ഏൽക്കാനുള്ള സാധ്യത ഇപ്പോൾ ഏറെയാണോ? ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഏത് വകുപ്പായിരിക്കും. എന്തായാലും സുരേഷ് ഗോപിയെ തിരിച്ച് കേന്ദ്രമന്ത്രിയായി തിരിച്ചു വരുന്ന സുരേഷ് ഗോപിക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കാനും അത്തരത്തിൽ വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ തന്നെയാണ് കേരളത്തിലെ BJP നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായേക്കും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപിയും കുടുംബവും എന്തായാലും ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. മോദിയുടെ തീരുമാനം അനുസരിക്കുന്നുവെന്ന് സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇപ്പോൾ ബംഗളൂരുവിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. വൈകുന്നേരം നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുരേഷ് ഗോപിയും കുടുംബവും പങ്കെടുക്കും. ഏത് വകുപ്പാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ആയിട്ടില്ല. ഒരു പക്ഷേ ഇന്ന് തന്നെ തീരുമാനമുണ്ടായേക്കും. അദ്ദേഹം നേരെ പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ്.